നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. എല്ലാവരും ചേർന്ന് നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. വിളിച്ചാരാധിക്കാം. ആരാധന 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 ആരാധന. രണ്ട് കൈകൾ ഉയർത്തി ആരാധന ആരാധന. എല്ലാവരും ആരാധന ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന. എന്റെ കർത്താവേ, ആരാധന ആരാധന. കൈകൾ കൂപ്പി ആരാധന ആരാധന. ആരാധന ആരാധന. എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് യേശുവേ ആരാധന. മാതാപിതാക്കളെയും മക്കളെയും സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ അനുഗ്രഹവും രക്ഷയും എല്ലാം ആത്മജ്വാല എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാവർക്കും ഓരോ ദിവസവും കർത്താവ് നൽകുന്നതിനെ ഓർത്ത് അവിടത്തേക്ക് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കണം. അത്ര വലിയ രക്ഷയല്ലേ മക്കളെ, അഭിഷേകമല്ലേ, സൗഖ്യമല്ലേ കർത്താവ് യേശുമിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ദിവസവും വർഷിച്ചുകൊണ്ടിരിക്കുന്നത്, നൽകുന്നത്. ആ നല്ല തമ്പുരാന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ടൊരുങ്ങാം. നമുക്കറിയാം, ദൈവവചനവും ദിവ്യകാരുണ്യമായ ഈശോയുമാണ് ആത്മജ്വാല എന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരുന്നത്, വന്നു നിറയുന്നത്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ ശാന്തമായി ഇരുന്നു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ടൊരുങ്ങാം. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ ശോചനീയമായിത്തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. പ്രിയപ്പെട്ട മക്കളെ, എന്തുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ ഇതുപോലെ ഒരു വചനം നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്? ഇന്ന് ഈ വചനത്തിലൂടെ 4 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിന് കർത്താവ് ഇതുപോലെയുള്ള ഒരു ഉപമ പറഞ്ഞ് നമ്മളെയൊക്കെ ഉത്ബോധിപ്പിക്കുന്നുവെന്ന്. ഒന്നാമതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 43-ാം വചനം, മത്തായിയുടെ സുവിശേഷം
12 അധ്യായം 43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് വരണ്ട സ്ഥലം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വേനൽക്കാലത്ത് ഒട്ടും മഴയില്ലാതെ അങ്ങ് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി, പാടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. പുഴയിൽ പോലും വെള്ളം ഇതില്ലാതെ ഉണങ്ങിക്കിടക്കുന്നു. പാടങ്ങളൊക്കെ വിണ്ട് കയറി വരണ്ട് കിടക്കുന്നു. ഇതാണ് ഭൂമിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് വരണ്ട സ്ഥലം. ഇനി മരുഭൂമിയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ മരുഭൂമിയിൽ യാത്രയ്ക്ക് പോകുന്നവരൊക്കെ കാണാം വരണ്ടുണങ്ങിക്കിടക്കുന്ന ഊഷരമായ മണലാരണ്യങ്ങൾ. ഇതാണ് വരണ്ട ഭൂമി. എന്നാൽ ഒരു അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഭൂമി വിണ്ടുകീറി കിടക്കുന്നതോ വെള്ളമില്ലാതെ കിടക്കുന്നതോ കൃഷിയില്ലാതെ ചെടിയില്ലാതെ കരിഞ്ഞുണങ്ങിക്കിടക്കുന്നതോ അല്ല. നേരെ മറിച്ച് വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പ്രാർത്ഥനയില്ലാത്ത ഒരാളുടെ ജീവിതവും ഒരാളുടെ ശരീരവും മനസ്സുമാണ്. പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, ആത്മീയമായ ഒരു കാര്യങ്ങളുമില്ല. ഇനി നേരെ മറിച്ചോ, പാപം ചെയ്ത് തിന്മ ചെയ്ത് എല്ലാ തരത്തിലും അങ്ങോട്ട് മുങ്ങി മുഴുകി കിടക്കുമ്പോൾ അത് ഒരു അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വളക്കൂറുള്ള സ്ഥലമാണ്. പാപം ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ ഹൃദയം, തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ഒരാളുടെ ഹൃദയമാണ്, ജീവിതമാണ് അശുദ്ധാത്മാവിന് ഏറ്റവും വളക്കൂറുള്ള സ്ഥലം. അപ്പോൾ വരണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കുമ്പസാരിച്ചും കുർബാന കൈക്കൊണ്ടും എല്ലാ തരത്തിലും ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാളെ കാണുമ്പോൾ അശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ആ ആളുടെ ജീവിതം വരണ്ട സ്ഥലമാണ്, വരണ്ട ജീവിതമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഈ അശുദ്ധാത്മാവ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. പക്ഷേ ഒരു സ്ഥലവും അങ്ങനെ കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരും സുഹൃദേപം ചൊല്ലുന്നവർ, എല്ലാവരും ആത്മീയ ജീവിതം നയിക്കുന്നവർ. അപ്പോൾ വരണ്ട സ്ഥലങ്ങൾ അശുദ്ധാത്മാവ് കാണുന്നില്ല. അങ്ങനെയാകുമ്പോൾ ഇത് സങ്കടത്തോടെ ഈ അശുദ്ധാത്മാവ് സ്വയം പറയും, ഇവരിൽ ആരിലും അങ്ങനെയുള്ള പാപം ചെയ്ത് ജീവിക്കുന്നവരെ കാണാനില്ല, അതുകൊണ്ട് ഞാനിത് ആരിൽ നിന്നാണോ പോകുന്നത് അയാളുടെ അടുത്തോട്ട് തന്നെ പോവുക. അതാണ് അടുത്ത വചനം. അശുദ്ധാത്മാവ് പറയും, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ഇനി അത് അശുദ്ധാത്മാവ് അങ്ങനെ ചെല്ലുമ്പോഴോ, ഇതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ചെന്ന് കഴിയുമ്പോൾ ഇതാ നമ്മൾ മുറിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ക്രമവും ചിട്ടയുമായി വെച്ചിരിക്കുന്ന പോലെ ആ മനുഷ്യൻ ജീവിതത്തെ മൊത്തം നവീകരിച്ചിരിക്കുന്നു. അശുദ്ധാത്മാവ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പാപം ചെയ്യൽ നിർത്തി, അശുദ്ധമായ പ്രവൃത്തികൾ നിർത്തി, ഈ തിന്മ പറയലും കാണലും കേൾക്കലും എല്ലാം നിർത്തി, നുണ പറയുന്നില്ല, ഒരു തിന്മ പ്രവൃത്തിയും ചെയ്യുന്നില്ല. ആ മനുഷ്യൻ്റെ ശരീരവും ഹൃദയവും ക്ലീനായി കിടക്കുന്നു. അപ്പോൾ ഈ അശുദ്ധാത്മാവ് നോക്കിയപ്പോൾ മനസ്സിലായി ഇയാളുടെ ഉള്ളിലേക്ക് ഈ അവസ്ഥയിൽ കയറിക്കൂടാനായിട്ട് സാധിക്കില്ല. കാരണം അത്ര ക്ലീനാണ്, ഒരു പാപം ചെയ്യുന്നില്ല. പക്ഷേ ഈ അശുദ്ധാത്മാവ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതാണ് മൂന്നാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതും കാണുന്നതും. മൂന്നാമതായിട്ട് എന്നാ ചെയ്യുന്നെന്നോ, ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട് പാപം ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചുപോയി അടുത്ത വചനം പറയുന്നത് എങ്ങനെയാണ്, തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ 7 അശുദ്ധാത്മാക്കളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ എന്നോ, ഇതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. 7 പൂർണ്ണതയുടെ നമ്പറാണ്, അക്കമാണ്. നമുക്കറിയാം 7 കൂദാശകൾ. ആ തരത്തിൽ 7 പൂർണ്ണതയുടെ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ടതയുടെ, ക്രൂരതയുടെ, പാപം ചെയ്യുന്നതിൻ്റെയും ചെയ്യിപ്പിക്കുന്നതിൻ്റെയും പൂർണ്ണ രൂപങ്ങളായ
7 ദുഷ്ടാരൂപികൾ. അവരെ കൊണ്ടുവരികയാണ്. 7 എണ്ണത്തിനെ കൊണ്ടുവരുന്നു. എന്നിട്ടോ ആ മനുഷ്യനിൽ ഇവർ ഈ 7 + 1 8 അശുദ്ധാത്മാക്കൾ ഒരുമിച്ച് കയറിക്കൂടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് യേശുമിശിഹാ നമുക്ക് ഒരു വലിയ ആത്മീയമായ മർമ്മം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നതാണെന്നോ, നമ്മൾ ഓരോരുത്തരും കുമ്പസാരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കും. എല്ലാ തരത്തിലും ഒരു പാപവും ചെയ്യാത്ത വിധത്തിൽ ഇനി ചെയ്തിരുന്ന പാപങ്ങളൊക്കെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ മോചിക്കപ്പെട്ട് ക്ലീനായിട്ട് നടക്കും. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ക്ലീൻ സ്ലേറ്റ് എന്ന പോലെ ഒരു വരയില്ല, കുറിയില്ല, കുത്തില്ല, കോമയില്ല, ഇങ്ങനെ ക്ലീനായിട്ട്. പക്ഷേ അതുകൊണ്ട് ആയില്ല. അവിടം കൊണ്ട് നിർത്തിയതാണ് ഈ മനുഷ്യന് പറ്റിയ അബദ്ധം. പാടങ്ങളിൽ നെല്ല് വിതയ്ക്കാനായിട്ട്, വിത്ത് വിതയ്ക്കാനായിട്ട് നമ്മൾ പാടം ഉഴുത് മറിച്ച് ഭംഗിയായിട്ട് ഒരുക്കും. വേണമെങ്കിൽ വളമിട്ട്, ചാണകമിട്ടോ മറ്റു വളങ്ങളിട്ടോ ഉഴുത് മറിച്ച് 1, 2, 3 ദിവസമൊക്കെ വളരെ മനോഹരമായിട്ട് വയ്ക്കും. എന്നിട്ട് കൃത്യസമയത്ത് അതിലേക്ക് വിത്ത് വിതയ്ക്കും. ഇനി വിത്ത് വിതയ്ക്കാതെ 1 മാസത്തേക്ക് ആ പാടം അങ്ങനെ തന്നെ വളരെ നന്നായി വിത്ത് വിതയ്ക്കാനായിട്ട് ഒരുക്കി വെച്ച് അവിടെ ഇട്ടാലോ 1 മാസത്തേക്ക് 2 മാസത്തേക്കോ മണ്ണിൻ്റെ അടിയിൽ നിന്ന് 100 കണക്കിന് കളകൾ മുളച്ചു വരും. അത് വിത്ത് വിതയ്ക്കാത്തത് കൊണ്ടാണ്, വിത്ത് ഇറക്കാത്തത് കൊണ്ടാണ്. എന്ന പോലെയാണ് പ്രിയപ്പെട്ടവരെ, ക്ലീനായിട്ടുള്ള ഹൃദയത്തിൽ ഒന്നും ഒരു നന്മയും ചെയ്യാതെ ആത്മീയതയുടെ വിത്തുകൾ വിതയ്ക്കാതിരിക്കുമ്പോൾ തന്നേക്കാൾ ദുഷ്ടരായ 7 അരൂപിയെ കൂടെ കൊണ്ടുവന്ന് അതിൽ വാസം ഉറപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരിച്ചതുകൊണ്ട് മാത്രമായില്ല, പാപം ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രമായില്ല, കാഴ്ചകൾ കൊണ്ട്, വർത്തമാനം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിന്മ വരാതിരിക്കില്ല. അത് ചെറിയ ചെറിയ തിന്മകൾ വരാതിരിക്കും. ക്രൂരന്മാരായ ദുഷ്ടാരൂപികൾ വരും. എന്തുകൊണ്ട്? അവിടേക്ക് ക്ലീനായിട്ടിട്ട സ്ഥലത്തേക്ക്, ഹൃദയത്തിലേക്ക് അതിശക്തിയുള്ള ദൈവത്തിൻ്റെ വചനവും ദിവ്യകാരുണ്യവും വിശുദ്ധ കുർബാനയും ജപമാലയും ഒക്കെ വെച്ചുകൊടുത്ത് നിറച്ചെങ്കിലേ ദുഷ്ടാരൂപികൾ നമ്മളെ തൊടാതിരിക്കുകയുള്ളൂ. പാടം ഉഴുതുമറിച്ച് വൃത്തിയായിട്ട് ഇട്ടതുകൊണ്ടായില്ല, വിത്തിറക്കണം. അപ്പോൾ ഏതാണ് വിത്ത്? എത്ര ക്രൂരന്മാരായ ദുഷ്ടാരൂപികൾ വന്നാലും നമ്മളെ തൊടാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതവും ഹൃദയവും സജ്ജമായിരിക്കാനുള്ള വിത്ത് ഏതാണ്? വചനമാകുന്ന വിത്ത് വിതയ്ക്കണം. അത് വളരും. ദിവ്യകാരുണ്യമാകുന്ന വിത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കണം. പിന്നെ ഒരു തിന്മയും നമ്മളെ തൊടില്ല. ജപമാലയാകുന്ന ആയുധം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് കോട്ട കെട്ടണം, ജീവിതത്തിന്. പിന്നെ എത്ര ദുഷ്ടാരൂപിയായാലും വരില്ല, നമ്മളെ തൊടില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. തന്നേക്കാൾ ദുഷ്ടരായ 7 ദുഷ്ടാരൂപികളെ കൊണ്ടുവന്ന് അയാളുടെ ജീവിതത്തിൽ വാസമർപ്പിച്ചുവെന്ന്. അങ്ങനെ ആയാലോ അയാളുടെ ജീവിതം, നമ്മൾ പറയാറില്ലേ, അപ്പുറത്തേൻ്റെ ഇപ്പുറത്തെ ആയി എന്ന്. അതുപോലെ കഷ്ടത നിറഞ്ഞത് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ മുങ്ങിപ്പോകുന്നതാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് കുമ്പസാരിച്ചു എന്ന് കരുതി മാത്രം ഞാനിനി എന്നും വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് വിചാരിക്കരുത്. വിശുദ്ധ വചനം കൊണ്ട് നിറയ്ക്കണം, ദിവ്യകാരുണ്യം കൊണ്ട് നിറയ്ക്കണം, ജപമാലകൾ കൊണ്ട് നിറയ്ക്കണം, കരുണക്കൊന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, ജീവിതത്തെ നിറച്ചാൽ ഒരു തിന്മയും നമ്മളെ തൊടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നവരെക്കുറിച്ചാണ് വചനത്തിൻ്റെ അവസാനം പറഞ്ഞത്. ഈശോ പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കുമെന്ന്. ഒന്നും ചെയ്യാതിരിക്കുന്നവർ, നിർവികാരന്മാരായിരിക്കുന്നവർ, ഒരു ആത്മീയ പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്നവരിലേക്ക് ഈ തിന്മ വന്നു നിറയുമെന്ന്. അതുകൊണ്ട് ജാഗരൂകതയോടെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് വചനം കൊണ്ട് നിറഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്താൽ പൂരിതമായി കഴിയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഒരു ക്രൂരതയ്ക്കും ഒരു തിന്മയ്ക്കും നമ്മളെ തൊടാനാകില്ല. അതിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യമായ കർത്താവിനെ ആരാധിക്കാൻ,
അവിടുത്തെ സ്തുതിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമുക്കൊരുങ്ങാം. ഈശോ വന്ന് നിറയുമ്പോൾ, ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറഞ്ഞാൽ ഒരു തരത്തിലുള്ള തിന്മകളും നമ്മളെ തൊടില്ല, നമ്മളെ തൊടാനായിട്ട് പിന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കർത്താവിനെ വിളിക്കാൻ, നമുക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ ഒരുങ്ങാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി തിരുവോസ്തി രൂപനായിട്ട് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു പാപവും ഒരു തിന്മയും ഒരു ദുഷ്ടാരൂപികളും നമ്മളെ തൊടുക പോലുമില്ല, നമ്മുടെ പരിസരത്തടുക്കുകയില്ല. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ പക്കലേക്ക് രണ്ട് കൈകളും ഉയർത്തുക, ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ചുണരുക. നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയാം, രക്ഷ കൊണ്ട് നിറയാം, അഭിഷേകം കൊണ്ട് നിറയാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്റെ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഈശോയേ, എല്ലാവരും ചേർന്ന് മക്കളെ കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നില്ലേ? പാപിനിയായ സ്ത്രീ ഈശോയുടെ അടുത്ത് വന്നിട്ട് കർത്താവിൻ്റെ പക്കൽ മുട്ടുകുത്തി കരഞ്ഞ് 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 കണ്ണുനീരുകൊണ്ട് പാദങ്ങൾ കഴുകി. എന്നിട്ട് തൻ്റെ ജീവിതത്തെ മുഴുവനും ഈശോയുടെ കാൽക്കൽ പാദാന്ത്യത്തിങ്കൽ ഒരു കാഴ്ചയായി സമർപ്പിച്ചു. അങ്ങനെയല്ലേ പ്രിയപ്പെട്ട മക്കളെ ആ സ്ത്രീ രക്ഷ പ്രാപിച്ചത്, അനുഗ്രഹം പ്രാപിച്ചത്? ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, ജീവിതത്തിലും ശരീരത്തിലും ഉണ്ടായിരുന്ന എല്ലാ തിന്മകളെയും ദുഷ്ടതകളെയും ദുഷ്ടാരൂപികളെയും പാപത്തെയും പാപത്തിൻ്റെ അംശങ്ങളെ പോലും കർത്താവ് യേശുമിശിഹായുടെ പാദത്തിലേക്ക് സമർപ്പിച്ച് ആ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് സ്വയം വിശുദ്ധയായി തീർന്നതുപോലെ കർത്താവെ, ഇതാ പാപത്തിൽ ജീവിക്കുന്ന സകല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും, എല്ലാ പാപത്തിന്റെ അംശങ്ങളും പാപാന്തകാരങ്ങളും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അനുതാപത്തിന്റെ കണ്ണുനീരിൽ മുങ്ങിയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തുക മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പക്കലേക്ക് വന്ന് കർത്താവിന്റെ പക്കൽ അവിടുത്തെ തിരുസന്നിധിയിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഇതാ കാഴ്ചയായി സമർപ്പിക്കുന്നു. രക്ഷയിലേക്ക് നയിക്കണമേ. ഒരു തിന്മയും ഇനി ഞങ്ങളെ തൊടാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ, വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ. ഈശോയേ, കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് കർത്താവേ, കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവെ അങ്ങയുടെ പാദത്തിങ്കൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചപേക്ഷിച്ചു. കർത്താവ് യേശുമിശിഹാ ആ സ്ത്രീക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ കാത്ത് സംരക്ഷിച്ചല്ലോ. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതാ ഞങ്ങളുടെ പാപത്തിൻ്റെ ബാണ്ടക്കെട്ടുകളുമായി, പാപത്തിൻ്റെ ചുമടുകളുമായി അങ്ങയുടെ പക്കലേക്ക് വരുന്നു. ആ സ്ത്രീയെ പോലെ അങ്ങയുടെ മുന്നിൽ ശ്രേഷ്ഠാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാ ഞങ്ങൾ വരുന്നു. ഇനി മേലിൽ പാപം ചെയ്യാതെ എല്ലാ ദുഷ്ടാരൂപികളെയും ജീവിതത്തിൽ നിന്ന്
ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയാനായിട്ട് കർത്താവെ അങ്ങയുടെ പാദാന്ത്യത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കണ്ണുനീരിൽ മുങ്ങിയതാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതം അടിമുടി കണ്ണുനീര് കൊണ്ട് കഴുകപ്പെട്ടതായി തീർക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ പാപങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കും. കർത്താവ് നമ്മളെ മുക്തി നൽകി അനുഗ്രഹിക്കും, രക്ഷയിലേക്ക് നയിക്കും. ആ സ്ത്രീയോട് ഈശോ പറഞ്ഞില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന്. കരഞ്ഞുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് വരുന്ന ഒരു മക്കളെയും ഒരാളെയും കർത്താവ് ശിക്ഷിക്കുകയില്ല, വിധിക്കുകയില്ല. ഇരു കരങ്ങൾ ഉയർത്താൻ നമുക്ക്, ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിളിച്ചുണരട്ടെ. ഈശോയേ കൈകൾ ഹൃദയത്തോട് ചേർത്തേക്ക് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ കുഴിഞ്ഞുപോയി, കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുനീർ കുഴിഞ്ഞുപോയി, കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. എൻ്റെ പൊന്നു തമ്പുരാനെ, ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത്, അപരാധങ്ങളെ ഓർത്ത്, ക്രൂരതകളെ ഓർത്ത്, പാപത്തെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് ദാവീദിന്റെ കണ്ണുകൾ കുഴിഞ്ഞുപോയി. ഈശോയെ, കണ്ണുനീർ അദ്ദേഹത്തിന്റെ ഭക്ഷണമായി തീർന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതാ ഞങ്ങളും അങ്ങയെ ആ ദാവീദിനെ പോലെ, എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതാ ഞങ്ങളും ദാവീദിനെ പോലെ കരഞ്ഞ് പാപങ്ങളെ ഓർത്ത് കരയുന്നു, പശ്ചാത്തപിക്കുന്നു, അങ്ങയുടെ പക്കലേക്ക് വരുന്നു. മക്കളെ, രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഇരു കരങ്ങൾ ഉയർത്താൻ നമുക്ക്. കർത്താവ് നമ്മളെ രക്ഷിക്കും. ദാവീദിനെ രക്ഷിച്ചില്ലേ? ദാവീദിനെ മഹാരാജാവാക്കി തീർത്തില്ലേ? എല്ലാ അഭിഷേകങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? എത്ര ക്രൂരമായ പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും കർത്താവിന്റെ പക്കലേക്ക് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും പാപമോചനം നേടി അഭിഷേകം സ്വീകരിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, കർത്താവേ, കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എന്റെ കർത്താവേ, ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, നമുക്ക് മുട്ടുകൾ കുത്തി ഈശോയുടെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഒരു തിന്മയും നമ്മളെ തൊടാതിരിക്കാൻ, ഒരു പാപവും നമ്മളിലേക്ക് വരാതിരിക്കാൻ വചനവും ദിവ്യകാരുണ്യമായ ഈശോയും നമുക്ക് കൂടെയുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കർത്താവിന്റെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാൻ കൈകൾ തുറന്നിങ്ങനെ പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന
അതിശയം